മുഴുവനും പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രോസ് ഓഫ് കാൽവറിയിൽ യേശു ക്രിസ്തു നമ്മൾ വിക്ടോറിയസ് ആക്കി തീർത്തിരിക്കുന്നു, വിജയാളികളാക്കി തീർത്തിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നു. അതുമാത്രമല്ല സംഭവിച്ചത്, അല്ലെ? അതുമാത്രമല്ല യേശു ക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിലെ തൻ്റെ മരണം കൊണ്ട് നമ്മൾക്ക് നേടിത്തന്നിരിക്കുന്നത്, അല്ലെ? നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു. നമ്മളെ യേശു ക്രിസ്തുവിന്റെ സൗരഭ്യമാക്കി തീർത്തിരിക്കുന്നു. പിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ സൗരഭ്യമാണ്, അല്ലെ? അവന്റെ അറിവിന്റെ പരിജ്ഞാനത്തിന്റെ ആ ഫ്രേഗ്രൻസ്, ആ സൗരഭ്യം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന ആ യേശുക്രിസ്തുവിന്റെ സൗരഭ്യമാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. പാപം വെറുതെ പുറത്തു തന്നു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കാതെ ഇരിക്കുകയോ, അല്ലെ? അപ്പോൾ നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കിയിരിക്കുന്നു, അല്ലെ? ദൈവത്തിൻ്റെതാക്കി മാറ്റിയിരിക്കുകയോ നമ്മൾ ചെയ്യുന്നു. നമ്മളുടെ സ്ഥാനം, നമ്മുടെ പൊസിഷൻ യേശുക്രിസ്തുവിൽ എന്താണ് നമ്മൾ അറിയത്തില്ലെങ്കിൽ പിന്നെയും നമ്മൾ ബോണ്ടേജ് ആയി പോവുക തന്നെ ചെയ്യുന്നല്ലേ? നമ്മൾക്ക് എന്താണ് പറ്റിയതെന്ന്, നമ്മൾക്ക് എന്താണ് നമ്മുടെ ദൈവം ചെയ്ത് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെയും നമ്മളെ പിശാച് കളിപ്പിക്കുക തന്നെ ചെയ്യും, അല്ലെ? നമ്മൾ യേശുക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കത് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവെ, ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, ഞങ്ങളെ തേടിയെത്തിയതിനായിട്ട് കർത്താവ്, ഞങ്ങളെ വിക്ടോറിയസ് ആക്കിയതിനായിട്ട്, അങ്ങയുടെ മക്കളാക്കിയതിനായിട്ട് കർത്താവ്, ലോട്ട് എല്ലാത്തിനായിട്ട് നന്ദി പറയുന്നു. പിതാവെ, അങ്ങയുടെ മകനായിട്ട് ഹോളിസ്പിക് കൊണ്ടാട്ട് നന്ദി പറഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ എന്ന് അപേക്ഷിക്കുന്നു. സംസാരിക്കണം, ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണം, ഞങ്ങളുടെ ഹൃദയത്തിലെ ചെവികളെ ഷാർപ്പനാക്കണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ്, താങ്ക് യു ജീസസ്. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ കർത്താവ്. വചനത്തിന് ജീവനുണ്ട് കർത്താവ്, അത് ആത്മാവാണ് കർത്താവ്. ലോട്ട് ഫാദർ, ഞങ്ങളെ പ്രൂൺ ചെയ്യട്ടെ കർത്താവ്, ഞങ്ങളെ ക്ലെൻസ് ചെയ്യട്ടെ കർത്താവ്, ഞങ്ങളെ ക്ലീൻ ആക്കട്ടെ കർത്താവ്, അങ്ങയുടെ വചനം യേശുവിന്റെ നാം തന്നെ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്, യേശുവിന്റെ നാം തന്നെ ആമേൻ. രണ്ടാമത്തെ കൊരിന്ത്യരിലേക്ക് പോകാം. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 14 തൊട്ട് 16 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കൊരിന്ത്യന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 14 തൊട്ട് 16 വരെയുള്ള വാക്കുകൾ പോള് തന്നെ പറ്റിയും തന്റെ കോവർക്കേഴ്സിനെ പറ്റിയും, തന്റെ കൂട്ട് വേലക്കാരായിരുന്ന തിമോത്തിയോനെ പറ്റിയും ടൈറ്റസിനെ പറ്റിയും സെൽവാനസിനെ പറ്റിയും എല്ലാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്കറിയാം ഇത് പോളിനെ പറ്റി മാത്രമല്ല പറയുന്നത്, നമ്മളെ എല്ലാവരെയും പറ്റി ദൈവം പറയുന്ന കാര്യമാണ്, അല്ലെ? പോളിന് എത്രമാത്രം സ്ഥാനമുണ്ടോ ദൈവത്തിന്റെ ഹൃദയത്തിൽ, അതുപോലെ തന്നെ സ്ഥാനം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലെ? ദൈവത്തിന്റെ രക്തം കൊണ്ട് എന്താ പറയുക, വീണ്ടെടുത്തവരാണ് ഓരോ വ്യക്തികളെയും. അപ്പോൾ ദൈവം ഇങ്ങനെ പറയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിനു ആർ പ്രാപ്തർ? അപ്പോൾ നമുക്കറിയാം ഇവിടെ ദൈവം ഹോളിസ്പിരിറ്റ് ഗോഡ് യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. പോളിനെ പറ്റിയാണെങ്കിൽ പോൾ പറഞ്ഞെങ്കിൽ പോലും, പക്ഷെ ദൈവം ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് ബൈബിൾ, അല്ലെ? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവം അവരുടെ മനസ്സിൽ ഇട്ടാണ്, അല്ലെ? അപ്പോസ്തലന്മാരുടെയും പ്രോഫറ്റുമാരുടെ ഒക്കെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, നമ്മളെ യേശുക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു, എല്ലായിടത്തും തങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം. അപ്പൊ ജയോത്സവം എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പോള് റോമൻ സിറ്റിസൺ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ റോമൻ സാമ്രാജ്യം അതിന്റെ അവര് യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോൾ അവരെ ജനറലുമാര്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആർമി, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആർമിയുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളെയൊക്കെ പറയുന്ന പേരുള്ള ജനറൽ, അല്ലെ? പിന്നെ ഒരുപാട് ക്യാപ്റ്റന്മാരും ബ്രിഗേഡിയേഴ്സും അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ റോമൻ സാമ്രാജ്യത്തിന്റെ അതിന്റെ ആർമീന്റെ ക്യാപ്റ്റൻ ജനറല് അദ്ദേഹം യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ, അല്ലെ, ആ യുദ്ധത്തിൽ തന്നോടൊപ്പം പ്രവർത്തിച്ച സോൾജിയേഴ്സ്, പട്ടാളക്കാരെയും പിന്നെ യുദ്ധത്തിൽ പിടിച്ചടക്കിയ ശത്രുക്കളെയും, അല്ലെ, ശത്രുക്കളുടെ പാളത്തിൽ നിന്ന ആൾക്കാരെയും എല്ലാം അവര് യുദ്ധത്തിൽ അവർക്ക് കിട്ടിയ സ്പോയിൽ എന്ന് പറയും, അല്ലെ, യുദ്ധത്തിൽ കിട്ടിയ സാധനങ്ങൾ, വസ്തുവകകളും എല്ലാം അതിനെല്ലാം ഇങ്ങനെ ഒരു ഘോഷയാത്രയായിട്ട്, അല്ലെ, അത് കൊണ്ട് നടന്ന് എല്ലാവരും നാട്ടുകാർ
മൊത്തം കാണിക്കുന്ന രീതിയിൽ ഒരു ഘോഷയാത്ര പോലെ പ്രൊസഷൻ, വിക്ടറി പ്രൊസഷൻ പോലെ നടത്തുന്നു. അതിന്റെ ഇടയിൽ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ധൂപം അല്ലെ, ധൂപവർഗ്ഗങ്ങൾ അല്ലെ, അതിങ്ങനെ പുകയ്ക്കും അല്ലെ, ഇങ്ങനെ നമ്മൾ സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്ന വീട്ടിൽ പുകയ്ക്കുന്ന പോലെ അവരിങ്ങനെ ഒരുപാട് ഇങ്ങനെ കുന്തിരിക്കവും സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്ന പോലെ ഒരുപാട് ഒരുപാട് ധൂപങ്ങളൊക്കെ അവരിങ്ങനെ പുകയ്ക്കും അല്ലെ, നല്ല സ്മെല്ല് വരുന്നതിന് വേണ്ടി. അപ്പൊ അതെല്ലാം അവരിങ്ങനെ ഒരു പരേഡ് പോലെ ഇങ്ങനെ കൊണ്ടു നടത്തി ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അവർക്ക് കിട്ടിയ ആ വിക്ടറി, അവര് എന്താ യുദ്ധത്തിൽ അവർ ജയിച്ചു എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അല്ലെ. ഇവിടെ ഇങ്ങനെ പറയുക, പോള് പറയുക, പോളിന് ഇത്ര കൃത്യമായിട്ട് അറിയുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോള് റോമൻ സിറ്റിസൺ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ പറയുക, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവം നടത്തുന്നു അല്ലെ. അപ്പൊ ക്രിസ്തു ഒരു പരേഡ് നടത്തുവാണ്. തന്റെ ക്രോസ് ഓഫ് കാൽവറി താൻ നേടിയ എന്താ പറയാ വിക്ടറി അല്ലെ, ആ ഒരു ജയം, അതിന്റെ പരേഡ് നടത്തുവാണ് ക്രിസ്തു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ആ പരേഡില് എന്താ പറയുക ഉള്ള ആളുകളാണ് നമ്മൾ അല്ലെ. ഇംഗ്ലീഷ് ബൈബിളിൽ വരുമ്പോഴേക്കും പല ട്രാൻസ്ലേഷനിലും, ഒന്ന് രണ്ട് ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, എന്താ പറയുക, പരേഡില് നമ്മളെ ക്യാപ്റ്റീവ്സുകളായിട്ട് കൊണ്ടുപോകണം എന്ന് വെച്ച് കഴിഞ്ഞാല് യുദ്ധത്തിൽ ശത്രുവിന്റെ പക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു എന്താ പറയാ തടവുകാരെ പോലെ നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ചില വേർഷനിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മളെ ജയാളികളായിട്ട് ട്രയംഫന്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ സോൾജിയേഴ്സ് ആണെങ്കിലും യേശുക്രിസ്തുവിന്റെ ക്യാപ്റ്റീവായിട്ട് സ്ലേവുകളായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ യേശുവിന്റെ കൂടെയാണ്. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അല്ലെ. അപ്പൊ യേശുവിന്റെ ജയോത്സവത്തിന്റെ പാട്ടായിട്ട് അല്ലെ, യേശു ജയിച്ചതാണ്, ജയിച്ചവനാണ് യേശു ക്രിസ്തു. അപ്പൊ ആ ജയത്തിന്റെ പ്രൊസഷന്റെ കൂടെ, ജയത്തിന്റെ ആ പരേഡിന്റെ കൂടെ, ആ ഘോഷയാത്രയോട് കൂടെ നമ്മളും അല്ലെ, നമ്മളെയും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുക, നമ്മളെയും വിജയാളികളാക്കിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ നമ്മളെയും ഇങ്ങനെയല്ല പറഞ്ഞത്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവം നടത്തും അല്ലെ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മൾ യേശു ക്രിസ്തു ജയോത്സവമായിട്ട് നടത്തുന്നു. നമ്മൾ യേശുവിൽ ജയിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ജയോത്സവമായിട്ട് നമ്മൾ നടത്തും. നമ്മൾ തോൽവിയല്ല, നമ്മൾക്ക് തോൽക്കാൻ സാധിക്കത്തില്ല. നമ്മൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നിടത്തോളം നമുക്ക് തോൽക്കാൻ സാധിക്കത്തില്ല. കാരണം അവൻ ജയിച്ചവനാണ്, അവൻ ദൈവമാണ് അല്ലെ. അപ്പൊ അവന്റെ ഒപ്പമായിരിക്കുമ്പോ ദൈവം നമ്മളെ ആ ജയോത്സവമായിട്ട് യേശുവിന്റെ ഒപ്പം നടത്തും അല്ലെ. പിന്നെ പറഞ്ഞിരിക്കുക, ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. തന്റെ പരിജ്ഞാനം, തന്നെ പറ്റിയുള്ള അറിവിന്റെ വാസന വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം വലിയൊരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, അപ്പോസ്തലനായിരുന്നു അല്ലെ. അപ്പോ എന്താ പറയാ, പ്രീച്ചറായിരുന്നു, പാസ്റ്ററായിരുന്നു അല്ലെ, അങ്ങനെ എല്ലാം ആയിരുന്നു പോള് അല്ലെ. അപ്പൊ പോള് യേശുവിന്റെ ദൈവത്തിന്റെ പരിജ്ഞാനം അല്ലെ, വിജ്ഞാനം, ദൈവത്തെ പറ്റിയുള്ള അറിവ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം അതിനായിട്ട് ഇവരെ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുക 15ാമത്തെ ചാപ്റ്റർ വേർഡിൽ പറയുക, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന. ഇംഗ്ലീഷ് വേർഷനിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാണ് നമ്മള്. അതേപോലെ തന്നെ രക്ഷിക്കപ്പെടുന്നവർക്കും അല്ലെ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നവർക്ക് അല്ലെ, ദൈവത്തോട് താല്പര്യമുള്ളവർക്കും അതും സൗരഭ്യ വാസനയാണ് നമ്മൾ അല്ലെ. അവർക്കുമുള്ള സൗരഭ്യ വാസനയാണ് നമ്മൾ. ദൈവത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. പിന്നെ പറയുകയാണ്, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് സൗരഭ്യ വാസനയല്ല നമ്മൾ സംസാരിക്കുന്നത് അല്ലെ, സൗരഭ്യ വാസനയായിട്ടുള്ള കാര്യമില്ല. അത് അവരുടെ മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസനയാകുന്നു അല്ലെ, ദുഷിച്ച വാസനയാകുന്നു. എന്താ പറയാ, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പെരീക്ഷയാകുന്ന ആൾക്കാർ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശപ്പെട്ട വാസന. പക്ഷെ രക്ഷയിലേക്ക് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വാസനയാണ്. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്ക്, നമ്മളെപ്പറ്റി ഇവിടെ ദൈവം പറയുവാണ്, ദൈവത്തിന് യേശുവിന്റെ എന്താ പറയുക, അരോമയാണ് നമ്മൾ, ഫ്രേഗ്രൻസ് ആണ് നമ്മൾ എന്ന് പറഞ്ഞിരിക്കുക, സൗരഭ്യ വാസനയാണ് നമ്മൾ എന്ന് പറഞ്ഞിരിക്കുക. ഇതേപോലെ തന്നെ 1 തിമോഥെയിലേക്ക് പോകുമ്പോൾ 1 ചാപ്റ്റർ 15ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പോളിനെ പറ്റി തന്നെ പറഞ്ഞിരിക്കുക. അവിടെ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആ പാപികളിൽ ഏറ്റവും ചീഫായിട്ടുള്ള മുന്തിയവനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞു
പറഞ്ഞിരിക്കുക. അപ്പൊ പോളിനെ സംബന്ധിച്ചിടത്തോളം പോൾ എങ്ങനെ പറയും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും അങ്ങനെയല്ല പോൾ, ഞങ്ങളും അത്രയ്ക്ക് കുറഞ്ഞ വ്യക്തികളൊന്നും ആയിരുന്നില്ല അല്ലെ. നമ്മളും ആൾക്കാരുടെ പുറത്ത് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പലരും ചെയ്തു കൂട്ടികളാണ്. പല തരത്തിലുള്ള അല്ലെ ആൾക്കാരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ പല വ്യക്തികളുമുണ്ട് നമ്മളുടെ ഇടയിൽ അല്ലെ. മോശപ്പെട്ട രീതിയിൽ എന്താ പറയുക കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ പലരുണ്ട്. പാപം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പാപമായിരുന്നു. അങ്ങനെ പാപത്തിലായിരുന്ന വ്യക്തികളാണ് നമ്മൾ അല്ലെ. നമ്മളും ഒട്ടും മോശപ്പെട്ട വ്യക്തികൾ ആയിരുന്നില്ല. പക്ഷെ ഇന്ന് പോള് കോൺഫിഡൻസോടുകൂടി പറയുന്ന പോലെ ഞങ്ങളെ എന്താ പറയുക യേശുവിന്റെ സൗരഭ്യമാക്കി മാറ്റിയിരിക്കുന്നു പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥാനം ഒന്ന് ഓർത്തു നോക്കി. യേശുവിന്റെ സൗരഭ്യമാണ് നമ്മൾ. പിതാവിന്റെ ഒന്ന് വിചാരിച്ചു നോക്കി എങ്ങനെയുള്ള വ്യക്തികൾ. രണ്ടാമത്തെ ചാപ്റ്ററിലെ എഫേസ്യർക്ക് ലേഖനം 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മരിച്ചവരായിരുന്നു അല്ലെ. നമ്മളെ ട്രസ്പാസ്, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പാപത്തിൽ മരിച്ച വ്യക്തികളായിരുന്നു അല്ലെ. നമ്മൾ മരണത്തിന്റെ റിലംസിലായിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അല്ലെ കൊളോസ്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ആ ഇരുട്ടിന്റെ ഡൊമിനിയിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. യേശുവിന്റെ ലിംഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളായിരുന്നു അല്ലെ. പാപത്തിൽ മരിച്ച വ്യക്തികളായിരുന്നു നമ്മള്. ഇന്ന് യേശുവിന്റെ എന്താ പറയാ സൗരഭ്യ വാസനയാക്കി മാറ്റിയിരിക്കുന്നു, ഫ്രേഗ്രൻസ് ആക്കി മാറ്റിയിരിക്കുക ചെയ്യുന്നു. അപ്പോ നമുക്കിവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സൗരഭ്യ വാസന അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. 1-ാമത്തെ പത്രോസിലേക്ക് പോകുമ്പോൾ 1-ാമത്തെ ചാപ്റ്ററില് ദൈവം 2-ാമത്തെ ചാപ്റ്ററില് ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ ചാപ്റ്ററിന്റെ 11-12 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ജാതികളുടെ ഇടയിൽ നമുക്കൊരു നല്ല ടെസ്റ്റിമണി ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾക്ക് ഓണറബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റിമണി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ നടക്കരുത് അല്ലെ. അപ്പൊ ഇങ്ങനെ പ്രിയമുള്ളവരെ പത്രോസ് പറഞ്ഞ കാര്യം, പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളും നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടാകുന്ന ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ ബോധിപ്പിക്കുന്നു. ജാതികളുടെ ഇടയിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ ബോധിപ്പിക്കുന്നു അല്ലെ. ദൈവത്തിന്റെ സന്ദർശന ദിവസം, അവസാനത്തെ ആ ദിവസങ്ങൾ അല്ലെ, അവസാനത്തെ ദിവസം യേശുവിന്റെ മുമ്പിൽ എല്ലാവരും നിൽക്കുമ്പോൾ അല്ലെ, ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി അല്ലെ നമ്മളെ പ്രവർത്തികൾ, അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രവൃത്തി ചെയ്യും, ബാക്കിയുള്ള വീട്ടിന്റെ അകത്ത് വേറെ മോശപ്പെട്ട രീതി ചെയ്യുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റിയാണ് ദൈവം പറയുന്നത് അല്ലെ. വീടിന്റെ ഉള്ളിലും പുറത്തും ഒരേ സ്വഭാവമായിരിക്കണം എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വഭാവം അതായിരിക്കണം അല്ലെ. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ഓണറബിൾ ആയിട്ടുള്ള നല്ല നടപ്പുള്ള വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കും. ഇത് കൊരിന്ത്യർക്ക് തന്നെ 2-ാമത്തെ കൊരിന്ത്യർ തന്നെ 1-ാമത്തെ ചാപ്റ്ററിൽ പോള് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. പോളിന്റെയും കൂട്ടാളികളെയും പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 12-ാമത്തെ വാക്ക്, ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിൽ അല്ല ദൈവകൃപയിലെത്ര ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്നും ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ഇതാണ് ഞങ്ങളുടെ ബോസ്റ്റിംഗ്. ഇങ്ങനെ പോൾ പറഞ്ഞിരിക്കുക, ഇതാണ് ഞങ്ങളുടെ ബോസ്റ്റിംഗ് അല്ലെ. ഞങ്ങളുടെ മനസാക്ഷിയുടെ പ്രശംസ, ടെസ്റ്റിമണി എന്ന് പറഞ്ഞ് ഇതാണ് ഞങ്ങളുടെ കോൺഷ്യസിന്റെ ടെസ്റ്റിമണി എന്ന് പറഞ്ഞ ഇതാണ്. ഞങ്ങൾ ഈ ലോകത്തില് ഞങ്ങൾ പെരുമാറിയിരിക്കുന്നത് സിംപ്ലിസിറ്റിയിലാണ് അല്ലെ. വലിയ ആൾക്കാരാണെന്ന് കാണിച്ചുകൊണ്ടല്ല, വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ, ദൈവത്തിൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ജീവിതമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. പിന്നെ എന്താ ഗോഡ്ലി സിൻസിയറിറ്റി, ആ സിൻസിയറിറ്റിയോടുകൂടി, ഫെയ്ത്ത്ഫുൾനെസ്സോടുകൂടി അല്ലെ, ദൈവത്തിൽ നിന്നുള്ള സിൻസിയറിറ്റിയോടുകൂടിയാണ്. മനുഷ്യനെ പറ്റിയല്ല, മനുഷ്യന്റെ സിൻസിയറിറ്റിയെ പറ്റിയല്ല പറയുന്നത്, ദൈവത്തിൽ നിന്നുള്ള സിൻസിയറിറ്റിയോടുകൂടി തന്നെ അല്ലെ. ദൈവത്തിന്റെ ഗ്രേസ്, ഞങ്ങളുടെ ജഡത്തിന്റെ രീതിയിലുള്ള ജീവിതമല്ല, ദൈവത്തിന്റെ ഗ്രേസിൽ ജീവിച്ചുകൊണ്ടല്ല, വളരെയധികം സിമ്പിൾ ആയിട്ടുണ്ട്. ഞങ്ങൾ വലിയ അഹങ്കാരികളല്ലാതെ പഫ്ഡ് അപ്പ് ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ല, ഞാൻ വലിയവനാണെന്ന് പറയാതെ അല്ലെ, അങ്ങനെ ഒരു ജീവിതമല്ല നയിക്കുന്നത് അല്ലെ. അപ്പോസ്തലനാണെങ്കിലും 3-ാമത്തെ ഹെവൻ വരെ പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വളരെ നിർമ്മലമായിട്ടുള്ള ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം ഒരു കാര്യം പോളിനറിയാം, പോളിന്റെ കൂട്ടാളികളും അവര് യേശുക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാണ് അല്ലെ. യേശുക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാണ് നമ്മള്. അപ്പൊ നമുക്കറിയാം
ഏതൊരു കാര്യം എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു അല്ലെ. നമ്മള് എത്രമാത്രം നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാലും കാഴ്ചയില് ടേസ്റ്റിലും ഒക്കെ നല്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ പോലും പക്ഷെ അതിന്റെ മണമൊന്നും കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാനേ തോന്നത്തില്ല അല്ലെ. നമ്മളുടെ വീടിന്റെ അകത്ത് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അതൊരു അതൊരു മോശപ്പെട്ട സ്മെല്ലാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ വീടിന്റെ അകത്ത് എവിടെയെങ്കിലും ഒരു എലി ചത്ത് ചീഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് നമ്മുടെ വീടിന്റെ അകത്തേക്ക് കയറാനേ സാധിക്കത്തില്ല. അവരിങ്ങനെ ഓ എങ്ങനെ ഇതിന്റെ അകത്തോട്ട് കയറുമല്ലോ. നമ്മൾ കുളിക്കാതെ അലക്കാതെ നടക്കുവാണെങ്കിൽ അടുത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ അടുത്തേക്ക് വരാനേ സാധിക്കത്തില്ല അല്ലെ. നമ്മള് എന്താ പറയുക, വൃത്തിയായിട്ട് നടക്കണം, നമ്മുടെ വീട് വൃത്തിയായിരിക്കും അല്ലെ. അപ്പോ സ്മെല്ലിന് വലിയ ഒരു ഒരു പ്രാധാന്യമുണ്ട്. ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോട്ടാണെങ്കിൽ പോലും അല്ലെ, എല്ലാ കാര്യത്തിനും സ്മെല്ലിന് ഒരു വലിയ പ്രാധാന്യം ഉള്ളതുപോലെ തന്നെ നമ്മളുടെ ജീവിതം നമ്മൾ എങ്ങനെയായിരിക്കുന്നു അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് അല്ലെ. നമ്മളുടെ സ്വഭാവം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ. നമ്മൾക്ക് ബൈബിൾ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ബൈബിളിന്റെ വാക്കുകൾ നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബൈബിൾ മൊത്തം നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ യേശുക്രിസ്തുവിന്റെ സ്വഭാവം അല്ലെങ്കിൽ അല്ലെ, നമ്മളെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് ഓരോ രീതി നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അത് യേശുക്രിസ്തുവിനെ അല്ല വെളിപ്പെടുത്തുന്ന എങ്കിൽ, യേശുക്രിസ്തുവിനെ പോലെ അല്ല ഓരോ സാഹചര്യത്തിൽ നമ്മൾ പെരുമാറുന്നതെങ്കിൽ അല്ലെ, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ സുഗന്ധമായിരിക്കത്തില്ല നമ്മൾ അല്ലെ. നമ്മളുടെ സ്വഭാവം നമ്മളുടെ ജീവിതം ഒരു ദുർഗന്ധമായിട്ട് തരും. അപ്പൊ അങ്ങനെയാകുമ്പോ അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമില്ല നമ്മളെ കൊണ്ട്. ദൈവം നമ്മളെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വിതയ്ക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ അല്ലെ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ. അതാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വാഗൊണ്ട് വെറുതെ യേശുക്രിസ്തു രക്ഷകനായിട്ട് ലോകത്തിലേക്ക് വന്ന് നിങ്ങളുടെ പാപം പൊറുക്കണമെങ്കിൽ യേശുക്രിസ്തു രക്ഷകനായിട്ട് സ്വീകരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ പാതാളത്തിൽ പോകും നടന്ന് പറഞ്ഞ് വെറുതെ നടന്നിട്ട് കാര്യമില്ല. ആൾക്കാർ നമ്മുടെ സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ജീവിത ശൈലിയിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ വാക്കുകളിലേക്ക് നോക്കുമ്പോൾ അല്ലെ, നമ്മളുടെ പെരുമാറ്റത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ദൈവത്തെ കാണാൻ യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലെ, നമ്മുടെ ജീവിതം ഒരു യേശുവിന്റെ ഒരു സൗരഭ്യമല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല എന്ന പിതാവ് നമ്മളോട് പറയുന്നു. അപ്പൊ നമുക്ക് ഇത് അവസാനത്തെ കാലമാണ് അല്ലെ. നമ്മള് നമ്മുടെ ജീവിതം തന്നെ ആയിരിക്കട്ടെ ഏറ്റവും വലിയൊരു ഒരു ഉദാഹരണമായിട്ട് ആൾക്കാരെ കാണുന്നു അല്ലെ. ബാക്കിയുള്ള കാര്യം നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് പിന്നെ സംസാരിക്കാം. നേരെ ചൊവ്വേ ആൾക്കാരോട് സംസാരിക്കാനുള്ള കൃപ വേണം നമ്മൾക്ക് അല്ലെ. നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹത്തോട് സമാധാനത്തോടു കൂടി അല്ലെ നമുക്ക് സംസാരിക്കാൻ ഉള്ള അല്ലെങ്കിൽ പെരുമാറാൻ ഉള്ള ഒരു ഒരു കൃപ നമുക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ അല്ലെ. ഇതേ നമ്മൾ രണ്ടാമത്തെ കൊരിന്ത്യരിലേക്ക് പോകുമ്പോൾ ഇതേ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 17ാമത്തെ വാക്ക് ഇങ്ങനെ പോള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിച്ച 12ാമത്തെ വാക്കിൽ നമ്മൾ ഇങ്ങനെ വായിച്ചത് പോളിനെ പറ്റിയും തന്റെ കൂട്ടാളികളെയും പറ്റി അല്ലെ, തിമോത്തിയോസിനെയും പറ്റിയും പിന്നെ എന്താ പറയാ ടൈറ്റസിനെ പോലുള്ള തീത്തോസ് അല്ല അതിനെപ്പറ്റി അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതം വളരെ നിർമ്മലമായിരുന്നു, സിമ്പിൾ ആയിരുന്നു അല്ലെ. ദൈവത്തിന്റെ എന്താ പറയാ ആ സിൻസിയറിറ്റിയിലാണ് അവർ ജീവിച്ചത് എന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ 17ാമത്തെ വാക്കിങ്ങനെ പറയാം, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല അല്ലെ. ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന വ്യക്തികളല്ല അല്ലെ. ഒരു വിധത്തിലുള്ള കളങ്കവും ചെയ്യുന്ന വ്യക്തികളല്ല. ജീവിതം വളരെ സിമ്പിൾ ആണ്, ആരിൽ നിന്ന് ഒന്നും തന്നെ പിടിച്ചു പറിക്കുന്നില്ല അല്ലെ. അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞ് എന്താ ദൈവം തന്നെ പറഞ്ഞു, യേശുക്രിസ്തുവിനെ പറഞ്ഞിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നവർക്ക് എന്താ ഗോസ്പൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് അവരുടെ കൂലി കിട്ടണമെന്ന് പറയുമ്പോൾ പോൾ അതിനു പോലും മുതിരാത്ത ഒരു അപ്പോസ്റ്റലനാണ് അല്ലെ. തനിക്ക് ആവശ്യമുള്ളതും ബാക്കിയുള്ളവർക്കും വേണ്ടിയുള്ളതും കൂടെ പണിയെടുത്ത് സ്വന്തം കൈകൊണ്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ വ്യക്തിയാണ് പോൾ അല്ലെ. ഒരാളിൽ നിന്ന് പോലും ഒരാളെ കൊണ്ട് പോലും ഒരു മോശപ്പെട്ട കാര്യം പറയിപ്പിക്കാത്ത വ്യക്തിയാണ് പോൾ. പോളിവിടെ പറയാ വചനത്തിൽ പോലും മായം ചേർക്കാത്തവരാണ്. ഈ രണ്ടാമത്തെ കൊരിന്ത്യർക്കിൽ നമുക്ക് അറിയാൻ പറ്റും പോളിനെക്കാളും വലിയ സൂപ്പർ അപ്പോസ്റ്റലന്മാർ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അല്ലെ. പല തരത്തിലുള്ള അപ്പോസ്റ്റലന്മാരെ കൊരിന്ത്യൻ ചർച്ചിലൊക്കെ കയറിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പോൾ പറയുക ഇവിടെ വചനത്തിൽ ചേർക്കുന്ന അനേകരെ പോലെയല്ല ഞങ്ങള്, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നവരാണ് അല്ലെ. നിർമ്മലമായിട്ട് സംസാരിക്കുന്നവർ അല്ലെ, നിർമ്മലതയോടുകൂടി ഹൃദയത്തിന്റെ പരിശുദ്ധിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. ഹൃദയത്തിന്റെ പരിശുദ്ധ പിതാവ് അവിടെ ഹൃദയത്തിൽ എന്താണ് ഇട്ടിരിക്കുന്നത് അല്ലെ, വചനം അത് സംസാരിക്കുന്ന വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് പോളിവിടെ പറയുവാണ് ഒന്നാമത്തെ ചാപ്റ്റർ പറഞ്ഞ അവരുടെ ജീവിതം തന്നെ നിർമ്മലമായിരുന്നു. ഇവിടെ അവർ സംസാരിക്കുന്ന ഗോസ്പൽ നിർമ്മലം ഉള്ളതാണ്. അവരുടെ വെറുതെ ഗോസ്പല് മാത്രം നിർമ്മലമായിട്ട് ജീവിതം മോശപ്പെട്ടതായിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് പല ചർച്ചകളും നമ്മൾ കാണുന്നത്. പല പാസ്റ്റർമാരെ പറ്റി നമ്മൾ കേൾക്കുന്ന കാര്യം ഇതാ, ഗോസ്പൽ അവർ നീറ്റായിട്ട് പറയും,
പ്രസംഗിക്കും നന്നായിട്ട്, പക്ഷെ ജീവിതത്തിൽ നിർമ്മലത ഇല്ലാത്തൊരു കാര്യം. പക്ഷെ അങ്ങനെ ഒരു ജീവിതത്തെ പറ്റിയല്ല പറയുന്നത്. ദൈവം പറഞ്ഞിരിക്കുക, നമ്മള് ആരെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ ഒന്നാമത്തെ പത്രോസിലേക്ക് തന്നെ പോകുമ്പോ 3-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞ 15-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട് അല്ലെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഗോസ്പൽ വഴി നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യാശ, ജീവിതം നമ്മുടെ മാറ്റിമറിച്ചിരിക്കുന്നു അല്ലെ. നേരത്തെ പല എന്താ പറയുക, മോശപ്പെട്ട രീതിയിൽ നടന്നിരുന്ന വ്യക്തികൾ ഇന്ന് അങ്ങനെയല്ല. യേശുവിൽ വന്നതിന് ശേഷം പിന്നെ ഇന്ന് അങ്ങനെയല്ല. പുതിയ ജീവിതമാണ്, പുതിയ വ്യക്തികളാണ്. പഴയ മോശപ്പെട്ട കാര്യം പോയി അല്ലെ. ഇന്നൊരു പ്രതീക്ഷയുണ്ട് ജീവിതത്തിന്, ഒരു നൈർമല്യമുണ്ട് ജീവിതത്തിന് അല്ലെ. മാറ്റങ്ങൾ വന്നിരിക്കുന്നു, ഫൈനാൻഷ്യലി മാറ്റം വന്നിരിക്കുന്നു, ഹെൽത്ത് വൈസ് മാറ്റം വന്നിരിക്കുന്നു, സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു, പ്രത്യാശ വന്നിരിക്കുന്നു, ദൈവത്തിലായിരിക്കുന്നു അല്ലെ. അപ്പൊ ഒരുപാട് പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന്, എന്താണ് ആ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് നാട്ടിലുള്ള ആളുകൾ ചോദിക്കുമ്പോൾ പറയേണ്ടത് എങ്ങനെയെന്ന്, നമ്മളത് പറയാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്താ പറയാ, നമ്മളെ തന്നെ പാകമാക്കിയിരിക്കുക, നമ്മൾ തന്നെ എന്താ പറയാ പ്രിപ്പയർഡ് ആക്കിയിരിക്കുക അല്ലെ. ഏത് നിമിഷം ആര് വേണമെങ്കിലും ചോദിച്ചാൽ നമ്മൾ ടെസ്റ്റ് മണി പറയാൻ വേണ്ടി, ദൈവത്തിന്റെ വചനം പറയാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. പക്ഷെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, സൗമ്യതയോടും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. 1-ാമത്തെ പത്രോസിന് 3-ാമത്തെ ചാപ്റ്ററിന്റെ 15-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്, സൗമ്യതയോടും ഭക്തിയും പൂണ്ട് ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. അപ്പൊ സൗമ്യതയോട് പറയുക അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുക. ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും എല്ലാ മേഖലയിലും യേശു ക്രിസ്തു ഫോം ചെയ്യട്ടെ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി. വെറുതെ ഞാൻ രക്ഷിക്കപ്പെട്ട് എന്റെ കാര്യം ഓക്കെയാണ്, ബാക്കിയുള്ള എല്ലാവർക്കും, ലോകത്തുള്ളവർക്കും മൊത്തം കുറ്റമാണെന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ജീവിതത്തെ പറ്റിയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു ഇന്ന് യേശു ഈ ലോകത്തിലുണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ചു നോക്കുക. ഇത് പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ലോകത്തിൽ കാണുന്നത് അല്ലെ. നമുക്ക് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നത്. പക്ഷെ ഇന്ന് യേശു ലോകത്തിലേക്ക് നോക്കുവാണെങ്കിൽ ന്യായം വിധിക്കുമോ ഇല്ലയോ, അതാണ് അല്ലെ. ഇന്ന് യേശു ലോകത്തിലേക്ക് നോക്കുമ്പോ ഇന്നും ന്യായം വിധിക്കത്തില്ല, ഇന്നും ജഡ്ജ് ചെയ്യത്തില്ല ദൈവം. കാരണം ഇന്ന് ഇപ്പൊ ജഡ്ജ്മെന്റിന്റെ സമയമല്ല, ജഡ്ജ്മെന്റിന്റെ സമയം വരുന്നു അല്ലെ. എല്ലാ വ്യക്തികളും ദൈവത്തിന് അക്കൗണ്ട് കൊടുക്കേണ്ട ഒരു സമയം വരുന്നു. എല്ലാവരും ജഡ്ജ്മെന്റിന്റെ മുമ്പിൽ നിൽക്കേണ്ട, സീറ്റിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു സമയം വരുന്നു. അതുവരെ യേശു ക്രിസ്തു ജഡ്ജ് ചെയ്യത്തില്ല അല്ലെ. ഇന്നും മനുഷ്യനോട് സ്നേഹത്തോടെ ദൈവം പെരുമാറത്തുള്ളൂ. ഇന്നും ജഡ്ജ് ചെയ്യാതെ അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ് ആ ഗ്രേസ് പീരീഡ്. അതുവരെ ദൈവം ആരോടും ജഡ്ജ് ചെയ്യത്തില്ല അല്ലെ. നമ്മള് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യം അല്ലെ, യേശുവിലായിരിക്കുന്നു എന്ന് പറഞ്ഞ പല വ്യക്തികളുമായിട്ട് സംസാരിക്കാൻ സാധിക്കത്തില്ല അല്ലെ. അവരെ പെരുമാറ്റം മോശമാണ്, അവര് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ വളരെ മോശമാണ്, മറ്റുള്ളവരെ ചതിക്കുന്നു, അങ്ങനെയൊക്കെ പല രീതിയിൽ അല്ലെ പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇവരൊക്കെ വിശ്വാസികളാണോ എന്ന് ചോദിക്കും പോലും വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ പലരുമുണ്ട് അല്ലെ, പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തെ പറ്റിയല്ല ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും യേശു ക്രിസ്തു ആയിരിക്കണം അല്ലെ. എല്ലാ ഏരിയയിലും യേശു ക്രിസ്തു മാത്രമായിരിക്കണം. നമ്മൾ ഉണ്ടാകരുത്, നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളെ അതിനെ എല്ലാത്തിനെയും എംപ്റ്റി ചെയ്യണം, അതിനെല്ലാത്തിനെയും മാറ്റിക്കൊണ്ട് ജീവിതത്തിന്റെ ഓരോ ഏരിയയിലും യേശു മാത്രമായിരിക്കും. യേശു എങ്ങനെയാണ് ഓരോ സാഹചര്യത്തിലും പെരുമാറുന്നത് അല്ലെ, അങ്ങനെ ആയിരിക്കണം നമ്മൾ. യേശു എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും കാണുന്നത്, അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ നമ്മളായിത്തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്ത് തന്നെ ചെയ്യും അല്ലെ. നമ്മുടെ പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ സ്നേഹം എന്റെ ഉള്ളിൽ നിറയട്ടെ അല്ലെ, ദൈവമേ അങ്ങയുടെ സ്നേഹം എന്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ആ സ്നേഹം നമ്മളെ ദയയിലേക്കും കാരുണ്യത്തിലേക്കും എല്ലാം അല്ലെ, എന്താ പറയുക, അഹങ്കാരം ഇല്ലാത്തതായിരിക്കുന്ന അതിലേക്കും എല്ലാം നമ്മളെ കൊണ്ടുപോകും അല്ലെ. സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ അല്ലെ. യേശു നമ്മളെ ആരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു, ആ വ്യക്തികളായി തീരട്ടെ നമ്മൾ അല്ലെ. അപ്പൊ നമുക്കറിയാം യേശുവിന്റെ വരവില് നമ്മള് ബ്ലെയിംലെസ് ആയിരിക്കും അല്ലെ. ഇങ്ങനെ പറഞ്ഞ 1-ാമത്തെ
ചാപ്റ്റർ കൊളോഷ്യർക്ക് ഇതിലേക്കകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ബ്ലെയിംലെസ് ആയിട്ട് ഹോളി ആയിട്ട് അല്ല ദൈവത്തിന് ഇത് അക്സെപ്റ്റബിൾ ആയിട്ട് എബോ റിപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നിർത്താനുള്ള കാര്യങ്ങളെല്ലാം യേശുക്രിസ്തു ചെയ്തു കഴിഞ്ഞിരിക്കുന്നത്. നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ദൈവമേ, എനിക്ക് അങ്ങയുടെ സ്വഭാവം വേണം യേശു എൻ്റെ ഉള്ളിൽ, അങ്ങയുടെ മനസ്സായിരിക്കണേ എനിക്ക്, അങ്ങയുടെ ഹൃദയമായിരിക്കണേ എൻ്റെ ഉള്ളിൽ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ സ്നേഹം എൻ്റെ ഉള്ളിൽ പെർഫെക്റ്റഡ് ആയിരിക്കട്ടെ, അങ്ങയുടെ പ്യൂരിറ്റി, അങ്ങയുടെ എന്താ പറയാ, അങ്ങനെ പോലെ ആകട്ടെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ലെ. അത് ആണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ ദൈവം നമ്മളെ അങ്ങനെ ആക്കി തീർക്കത്തില്ല ചെയ്യും. അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ എന്താ പറയുക, വാസനയാണ്, സൗരഭ്യ വാസനയാണ്. നമ്മൾ ഒരിക്കലും മറന്നു പോകാതിരിക്കുക. പെരുമാറുന്നത് എങ്ങനെയെന്ന് എപ്പോഴും നമ്മൾ ഒന്ന് കരുതിയിരിക്കുക. ആൾക്കാർ നമ്മളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് യേശു ക്രിസ്തുവിനെ ആയിരിക്കണം. അപ്പൊ അതാണ് എനിക്കിത് പറയാനുള്ളപ്പം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, യേശുവെ നന്ദി പിതാവ്. കർത്താവെ അങ്ങയുടെ വചനത്തിനാണ് നന്ദി പറയുന്നത്. കർത്താവ്, ഒരു കാലത്ത് പാപത്തിന്റെ ചേറ്റുകുഴിയിലായിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ കർത്താവ്. പക്ഷെ ഇന്ന് വീണ്ടെടുത്തുകൊണ്ട് കർത്താവെ അങ്ങയുടെ ജീവനായിട്ട് കർത്താവെ അങ്ങയുടെ സൗരഭ്യ വാസനയാക്കി ഞങ്ങളെ മാറ്റിയിരിക്കുന്നത് നന്ദി പറയുന്നു. കർത്താവെ, ഇതൊന്നും അർഹതയുള്ള വ്യക്തികളല്ല ഞങ്ങൾ കർത്താവ്. ലോർഡ് ഫാദർ, ഇതെല്ലാം ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തരുവോ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങനെ പോലെ ആയിത്തീരാനുള്ള കൃപ തന്നെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് മാത്രം മാറിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ ഇൻട്രസ്റ്റ്, ഞങ്ങളുടെ ഡിസയർ ആയി പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിൻ നാമത്തിൽ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. കേട്ടതിന് നന്ദി. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.